അതിവിശിഷ്ടമായ മിഅ്റാജിൻ്റെ രാവിൽ ചൊല്ലേണ്ട ഏറെ മഹത്വം നിറഞ്ഞ 3 ദിക്റുകൾ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന 3 ദിക്റുകൾ ഏതാണെന്ന് പഠിക്കണം. മിഅ്റാജിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെക്കുറിച്ച്, ആ നോമ്പിൻ്റെ നിയ്യത്തിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അങ്ങനെ ഈ മിഅ്റാജ് രാവും പകലും അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം റജബ് മാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇസ്റാഉം മിഅ്റാജുമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ പിതൃവ്യൻ അബൂ താലിബും പ്രിയപ്പെട്ടവൾ ഖദീജ ബീവിയും എല്ലാവരും വിട പറഞ്ഞു പോയി. കുടുംബക്കാർ ഒറ്റപ്പെടുത്തി. ഉമ്മയുടെ കുടുംബക്കാർ ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിട്ട് കല്ലെറിയിപ്പിച്ച് റസൂലുള്ളാഹിനെ ഓടിച്ചു വിട്ടു. ഒരുപാട് ഒറ്റപ്പെടുത്തി നിർത്തിയപ്പോൾ അല്ലാഹ് പറയാണ്, എൻ്റെ ഹബീബ് സങ്കടപ്പെടണ്ട, ഇങ്ങ് പോര് നബിയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വലിയ ഒരു യാത്ര റെഡിയാക്കുകയാണ്, വല്ലാത്തൊരു സ്വീകരണം നൽകുകയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അങ്ങനെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബുറാക്ക് എന്ന വാഹനത്തിൽ 1 മാസത്തെ വഴിദൂരം അന്നുണ്ട്. എങ്ങോട്ട്? ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക്. സെക്കൻഡുകൾ, വിതിൻ സെക്കൻഡുകൾ കൊണ്ട് ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് എത്തിച്ചേരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വന്ന് നിൽക്കുമ്പോഴുണ്ട് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ മുത്തുനബിയെ കാത്തു നിൽക്കുകയാണ് അല്ലേ. പ്രവാചകന്മാർ മണ്ണോട് മണ്ണാകുമെന്ന് പറയുന്ന വിവരദോഷികൾ എവിടെ? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുണ്ട്, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബ്രി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ അമ്പിയാക്കളുമായി ചർച്ചകൾ നടന്നു. അവരെല്ലാവരും മുത്തുനബിയെ സ്വീകരിച്ചു, അവിടെ നിസ്കരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബുറാക്കിനെ അവിടെ കെട്ടിയിട്ടിട്ട് ആകാശലോകത്തേക്ക് പോവാൻ. ശരിക്കും അള്ളാഹുവിന് ആകാശലോകത്തേക്ക് നേരിട്ട് ഹറമിൽ നിന്നങ്ങ് കൊണ്ടുപോയാൽ പോരെ, പിന്നെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് ബാറക്കന ഹൗലഹു, ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, അതിൻ്റെ ചുറ്റും ബറക്കത്തുണ്ട്. എന്താണ് ആ ബറക്കത്ത്? അത് അമ്പിയാക്കരുടെ ഖബറുകളാണ്. അപ്പോൾ നമ്മൾ ഏത് ദൂരയാത്ര പോകുന്നതിന് മുൻപും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി നിന്ന് അവിടെ ഒന്ന് സിയാറത്ത് ചെയ്ത് ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഒന്ന് ഹദിയ ചെയ്ത് ആ മഹത്തുക്കളുടെയൊക്കെ പൊരുത്തം വാങ്ങിയിട്ട് യാത്രക്കിറങ്ങണം എന്ന ഒരു മനോഹരമായ പാഠം കൂടെ ഈ മിഅ്റാജിൻ്റെ യാത്രയിൽ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മാലാഖയോടൊപ്പം പോവാൻ. ഓരോ വാനത്തിലും ഓരോ പ്രവാചകന്മാരിങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 1, 2, 3, 4, 5, 6 ആറാമത്തെ വാനത്തിൽ മൂസാ നബിയുണ്ട്. അതും കടന്ന് 7-ാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട്. അതെല്ലാം കടന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് ബഹ്റുൻ നൂർ, പ്രകാശത്തിൻ്റെ കടലെത്തുകയാണ്. സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. എന്നെ വിട്ടേക്ക് നബിയെ, എനിക്ക് വരാൻ പറ്റൂല അങ്ങോട്ട്. എനിക്ക് നോ എൻട്രൻസ് ആണ് അവിടെ അല്ലേ. എനിക്കവിടെ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എൻ്റെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞു പോകും യാ റസൂലല്ലാഹ്. അങ്ങ് പോണം നബിയെ, അങ്ങേക്ക് കടക്കാം. ലാ തഖഫ്, അങ്ങ് പേടിക്കണ്ട നബിയെ. പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീൻ്റെ മുമ്പിലേക്ക് പ്രകാശത്തിൻ്റെ കടലും കടന്ന് പുണ്യനബി ചെല്ലുകയാണ്. എല്ലാ രാജാക്കന്മാർക്കും ഒരു പ്രത്യേക അറയുണ്ടാകും. അവിടെ അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം. അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന മാലാഖയ്ക്ക് പോലും പ്രവേശനമില്ലാത്തിടത്തേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് കടന്നു ചെല്ലുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിന് അവിടെ അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാ തിരുമുൽ കാഴ്ചകളും നിനക്കാണ് അല്ലാഹ്. തിരിച്ചല്ലാൻ്റെ മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ നബിയായവരെ, അങ്ങേക്ക് എല്ലാ ശാന്തിയും ഉണ്ടാകട്ടെ. അവിടെയും നമ്മളെ മറക്കാത്ത മുത്തുനബി. അള്ളാഹിനെ കണ്ടാൽ എല്ലാം മറക്കും, പക്ഷെ മുത്തുനബി നമ്മളെ മറന്നില്ല. പോരാ പടച്ചോൻ, എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്കും വേണം, എൻ്റെ ഉമ്മത്തിലെ നല്ല സച്ചരിതരായ മനുഷ്യന്മാർക്കും വേണം അല്ലാഹ്. ആ ഉമ്മത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ ആ സംഗതികളൊക്കെ നടന്ന് അള്ളാഹിൻ്റെ ഹബീബിനെ സ്വീകരിച്ച മനോഹരമായ രാത്രി. അവിടെ നിന്ന് സമ്മാനമായി നമുക്ക് നിസ്കാരവും കൊണ്ടുവന്ന് തന്നു.
അള്ളാഹു റബ്ബുൽ ആലമീൻ മരിക്കുവോളം നിന്ന് നിസ്കരിക്കാൻ, ഖളാ ഇല്ലാതെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹബീബിനെ ചേർത്തു പിടിക്കാൻ തിരഞ്ഞെടുത്തൊരു രാത്രി അത് എത്രമേൽ മഹത്തരമാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ഈ മിഅ്റാജിൻ്റെ രാവുകളിൽ അമലുകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധ്യമുണ്ട്, ആരെന്നെ കൈവിട്ടാലും, എത്ര വലിയ പ്രയാസത്തിലാണ് ഞാനെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണ് ഞാനെങ്കിലും, ആരെന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ കുടുംബക്കാർ, കൂട്ടുകാർ, ആരെന്നെ കൈവിട്ടാലും എന്നോടൊപ്പം എൻ്റെ നാഥനുണ്ട്, എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം അള്ളാഹനെ നമുക്ക് കാണാമല്ലോ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, നിസ്കാരം മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ്. നമുക്ക് കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹനെ കണ്ട് നിസ്കരിക്കാൻ പറ്റണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മുത്തനബി ഇങ്ങനെ 7 വാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട്. ആ ഇബ്രാഹിം നബി നമുക്ക് കൊടുത്തുവിട്ടൊരു ദിക്റുണ്ട് സമ്മാനമായി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പൂർത്തീകരിച്ച് വലാ ഹൗല വേണമെങ്കിൽ ചൊല്ലാം. ഈ ദിക്റാണ് ഒന്ന്. ഇത് ധാരാളം രാവിലും പകലിലും ഒക്കെ ചൊല്ലാം. അതോടൊപ്പം തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടു. അവിടെ സ്വർഗത്തിലെ അനുഭൂതികൾ ഇങ്ങനെ പറഞ്ഞു. നരകം കണ്ടു, നരകത്തിലെ അദാബുകളെക്കുറിച്ച് പറഞ്ഞു. നരകത്തിലെ അദാബിനെക്കുറിച്ച്, ആ നരകത്തിലെ അദാബിൽ നിന്ന് കാവൽ തേടണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, എങ്ങനെ വേണമെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ധാരാളം നരകത്തിൽ നിന്ന് കാവൽ തേടണം. മറ്റൊന്ന് സ്വർഗത്തിലെ അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു. പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, ഞാനിതാ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. അത് മലയാളത്തിൽ ചോദിച്ചാലും മതി, എങ്ങനെയാണെങ്കിലും. അല്ലെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ ദുആ, ഇങ്ങനെയുള്ള ദുആകളൊക്കെ ധാരാളം ചൊല്ലി കഴിയുന്നത് പോലെ ആ രാത്രി, ഇതൊരു 11 തവണയാണെങ്കിൽ അങ്ങനെ ചൊല്ലാൻ പറ്റുന്നത്ര മതി. ശരീരത്തെ പ്രയാസപ്പെടുത്തണം എന്നൊന്നും പറയുന്നില്ല. കഴിയുന്നത്ര ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി മഗ്രിബും ഇശാഉം സുബ്ഹി ഒന്നും ഖളാ ആകാതെ പരമാവധി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിച്ചാൽ തന്നെ ആ രാത്രി ഹയാത്താക്കിയ പ്രതിഫലം നമുക്ക് ലഭിക്കൂലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിറ്റേന്ന് റജബ് 27 നോമ്പാണ്. ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ടല്ലോ, റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാം? റജബ് 27 സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതി, നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ മിഅ്റാജിൻ്റെ സുന്നത്തായ നോമ്പ് അങ്ങനെയും കരുതാം. ഇനി റജബിലെ ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു, ആ നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടും. അതോടൊപ്പം ഖളാ ആയിപ്പോയ റമദാനിലെ നോമ്പ് വേണമെങ്കിൽ അതിനോടൊപ്പം ചേർക്കാം. ഒന്നുകിൽ ഖളാ ആയത് അല്ലെങ്കിൽ നേർച്ചയാക്കിയത് വേണമെങ്കിൽ ചേർക്കാം. 2 ഫർളുകൾ ഒരുമിച്ച് ചേർക്കാൻ പറ്റില്ല. സുന്നത്ത് എത്ര വേണമെങ്കിലാകാം, അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഫർള്, ഒന്നുകിൽ ഖളാ ആയിപ്പോയ റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ്, അങ്ങനെ നോമ്പും അനുഷ്ഠിക്കാം. അങ്ങനെ ഈ രാവും പകലും മനോഹരമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് തെറ്റുകൾ ചെയ്യാതെ അള്ളാഹുവിൻ്റെ തൃപ്തി തേടുന്ന നല്ല മനസ്സോടുകൂടെ സമീപിക്കുന്ന മുഅ്മിനീങ്ങളായി മാറണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.